ഈ വീഡിയോയിൽ മിഡിൽ ഈസ്റ്റിലെ അപ്ഡേറ്റ് ആണ്. മിഡിൽ ഈസ്റ്റിലെ അപ്ഡേറ്റ് നമ്മൾ ദിവസേന ടെൻഷൻ റൈസ് ആയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. കാരണം ഈ ഒരു കൊച്ചു കുട്ടികളെ ആ ഒരു വധിച്ച കേസിൽ ഇതിനെ വല്ലാത്ത വികാര പ്രകടനങ്ങൾ അവിടെ നടക്കുന്നുണ്ടെന്നുള്ളതാണ്. നെതന്യാഹു വളരെ ദുഃഖിതനായിട്ടുള്ള സ്പീച്ചാണ് കൊടുത്തത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഷിരി ബിബാസ് എന്ന് പറഞ്ഞ ഒരു ലേഡിയുടെ ബോഡി തിരിച്ചു കിട്ടി. അതിന് ഹമാസ് പറഞ്ഞ ഒരു എക്സ്ക്യൂസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തെറ്റായി അയച്ചതല്ല, ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഈ ഒരു കെട്ടിട ഇടിപാടുകളിൽ ഈ ഷിരി ബിബാസിന്റെ ബോഡി പല പല കഷ്ണങ്ങളായിട്ട് മാറിപ്പോയി. അപ്പൊ അതുകൊണ്ട് അതിന്റെ കൂടെ തന്നെ വേറെ ആൾക്കാരുണ്ടായിരുന്നു, അവരും മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഈ ബോഡി പാർട്സുകൾ എടുത്തു വെച്ചതിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൈയും കാലൊക്കെ മാറിപ്പോയി എന്നുള്ള രീതിയിലുള്ള ഒരു സില്ലി ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ആണ് കൊടുത്തത്. അതെന്തായാലും ഇസ്രായേൽ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. കാരണം ഷിരി ബിബാസിന്റെ ബോഡി ഇസ്രായേലിൽ എത്തിയപ്പോഴത്തേക്കും അവരുടെ ബോഡിയിലുള്ള പാർട്സുകൾക്കൊന്നും യാതൊരു കുഴപ്പമില്ല. അവരുടെ ബോഡി പാർട്സ് എല്ലാം ഫുൾ കംപ്ലീറ്റഡ് ആണ്. അങ്ങനെയാണ് ഇസ്രായേൽ വെരിഫൈ ചെയ്ത് ഫോറൻസിക് റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ കൊച്ചുങ്ങളെ കൈകൊണ്ട് തന്നെ ഈ കൊന്ന കേസില്ലേ, ആ കേസിൽ വളരെ വളരെ പ്രധാനമായിട്ട് ഇസ്രായേൽ വളരെ ആംഗ്രിയോട് കൂടി തന്നെയാണ് പെരുമാറുന്നത്. ശരിക്കും നെതന്യാഹു ഒരു ആക്രമണത്തിന് തയ്യാറാകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെയാണ് ട്രംപ് ഇതിനകത്ത് നിന്ന് സൈലന്റ് ആയിട്ട് ഇങ്ങനെ മിണ്ടാതെ ഇങ്ങനെ മാറി നിൽക്കുന്നത്. അത് ഗാസയെ ഞാൻ ഏറ്റെടുക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നതല്ലേ, അപ്പൊ ഇനി യുദ്ധം ഉണ്ടാവത്തില്ല എന്നുള്ള രീതിയിലൊക്കെ ഉള്ള ഒരു അനുമാനമായിരുന്നു. പക്ഷേ അതിനെ ചൊല്ലി ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഇസ്രായേലിന്റെ ഉള്ളിൽ ഇപ്പൊ വീണ്ടും ടെൻഷൻ പീക്കിലേക്ക് പോകുന്ന ഒരു അവസ്ഥയാണ്. കാരണം ഈ ഒരു സീസ് ഫയർ ഡീൽ ഏതാണ്ട് ഫസ്റ്റ് ഫേസ് ആ ദിവസങ്ങൾ അവസാനിച്ചിട്ടുണ്ടെങ്കിലും ഈ ഒരു റിലീസ് ഏകദേശം നിർത്തിവെച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. നെതന്യാഹു പറഞ്ഞിരിക്കുന്നത് ബാക്കിയുള്ള പ്രിസണേഴ്സിനെ ഞാൻ വിട്ടുതരത്തില്ല, നിങ്ങൾ അടുത്ത ഘട്ടത്തിലുള്ള, അതായത് ഇനിയും ഇസ്രായേലിന്റെ ബന്ദികൾ നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ, ആ ബന്ദികളുമായിട്ട് ബന്ധപ്പെട്ട റിലീസ് നിങ്ങൾ അനൗൺസ് ചെയ്യൂ, അതിനുശേഷമായിരിക്കും നമ്മൾ ഇനി പ്രിസണേഴ്സിനെ റിലീസ് ചെയ്യുന്ന കാര്യം ചിന്തിക്കുക എന്നുള്ളത്. ആ രീതിയിലുള്ള മറുപടിയാണ് കൊടുത്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ എവറി ഡേ ടെൻഷൻ റൈസ്ഡ് ആണ്. ഇത് മുമ്പത്തെ പോലെയല്ല, ഇപ്പൊ സെക്കൻഡ് ഫേസ് സീസ് ഫയർ ഡീലൊക്കെ നിർത്തി വെച്ചിരിക്കുകയാണ്. ഒരു രീതിയിലുള്ള സംസാരവും നടക്കുന്നില്ല. ഏത് മൊമെന്റിലും എന്ത് ആക്ഷനും നടന്നേക്കാം ഗാസയ്ക്കുള്ളിൽ എന്നുള്ള ടെൻഷനിലാണ് അവിടെ ഈ ഗാസയിലെ ജനങ്ങളും ഇതേപോലുള്ള ഒരു അവസ്ഥയിലാണ്. ഹമാസ് ശരിക്കും പറഞ്ഞാൽ പല രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്, പക്ഷെ ഒന്നും തന്നെ വില പോകുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ കുറച്ച് ഇസ്രായേലികൾ അവരുടെ കയ്യിൽ ഉണ്ടാവുമായിരിക്കും. ഇസ്രായേലിലുള്ള ആണുങ്ങളാണെന്നുണ്ടെങ്കിൽ അവരെ IDF സോൾജേഴ്സ് ആയിട്ട് തന്നെ കണക്കാക്കിയിട്ട് ഇസ്രായേൽ അറ്റാക്കിന് ഇറങ്ങാൻ ഒരു മടിയും കാണിക്കത്തില്ല. ഇതുപോലെ 200 ചില ആൾക്കാരെ പിടിച്ചുകൊണ്ട് പോയപ്പോൾ തന്നെയാണ് ഇസ്രായേൽ ഇതേപോലെ ഫൈറ്റർ ജെറ്റ് എടുത്തുകൊണ്ട് ഇറങ്ങിയത്. അപ്പൊ അതുകൊണ്ട് അത് അവർക്ക് നല്ല ഓർമ്മയുണ്ട്. ഇസ്രായേൽ അതിനുവേണ്ടി മടിക്കുന്ന ഒരു രാജ്യമല്ല എന്നുള്ളത് അവർ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അപ്പൊ എന്തായാലും ഇപ്പൊ സംഭവിച്ചിരിക്കുന്ന പറഞ്ഞാൽ വെസ്റ്റ് ബാങ്കിന്റെ ഭാഗത്ത് നിന്ന് ഏതാണ്ട് 40,000 പാലസ്തീനികളെ ഒഴിപ്പിച്ചു എന്നാണ് ഇസ്രായേൽ ഗഡ്സ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ജെറുസലേം പോസ്റ്റിന് പത്രത്തിന് കൊടുത്തത് 13,500 ആൾക്കാരെ ഒഴിപ്പിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ആക്ച്വലി 40,000 പേരെ ഒഴിപ്പിച്ചു എന്നാണ് പുള്ളി സെനറ്റിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത് വെസ്റ്റ് ബാങ്ക് ഏത് രീതിയിൽ വളരെ തീവ്രമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്, വെസ്റ്റ് ബാങ്കിനെ ഓർത്ത് ഹെസ്ബുള്ള കരയുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷെ ഇസ്രായേലിന്റെ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാസയ്ക്കുള്ളിൽ വന്നാലും കുഴപ്പമില്ല എന്നുള്ളതാണ്. വെസ്റ്റ് ബാങ്കിൽ നിന്ന് ഇറങ്ങി ഗാസയ്ക്കുള്ളിൽ വന്നാലും കുഴപ്പമില്ല എന്നുള്ളതാണ്. കാരണം ഗാസ ഒരു വൈപ്പ് ഔട്ട് ചെയ്യാൻ വെച്ചിരിക്കുന്ന സ്ഥലമല്ലേ. അപ്പൊ ഇസ്രായേൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അവിടെ 2 ബോംബ് ഇട്ട് കഴിഞ്ഞാൽ അവിടെ ആൾക്കാർ ഇറങ്ങി ഓടേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും എന്നുള്ളത് വസ്തുതാപരമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വെസ്റ്റ് ബാങ്കിന്റെ ഭാഗത്ത് നിന്ന് മിക്ക ആൾക്കാരെയും ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. 40,000 ആൾക്കാരെ കഴിഞ്ഞ 3 ആഴ്ച കൊണ്ട് ഒഴിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ നമ്മുടെ വീഡിയോയിൽ തുടരെ പറയുന്നുണ്ട്, അവിടെ സെറ്റിൽമെന്റുകൾ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. പുതിയ സെറ്റിൽമെന്റുകളും പുതിയ വീടുകളും 1000-ലധികം വീടുകൾ, പുതിയ ഷെൽട്ടറുകളൊക്കെ പൊന്തി വന്നിട്ടുണ്ട്. പുതിയ ഇസ്രായേൽ പോസ്റ്റുകൾ അവിടെ, മിലിറ്ററി പോസ്റ്റുകൾ അവിടെ രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നല്ല രീതിയിലുള്ള ഡെവലപ്മെന്റ് ആണ് വെസ്റ്റ് ബാങ്കിൽ. ജുദയ, സമാരിയ ഏകദേശം ഇസ്രായേലിനോട് അടുപ്പിക്കുന്ന രീതിയിലുള്ള വർക്കുകളാണ് അതിന്റെ ഉള്ളിൽ നടക്കുന്നത്. ഒക്ടോബർ 7 ആക്രമണം നടക്കുന്നതിന് മുമ്പ് 2 ആഴ്ചയ്ക്ക് മുമ്പ് ഈ യഹ്യ സിൻവറിനെ വധിക്കാനുള്ള ചാർട്ട് തയ്യാറാക്കി ഇസ്രായേലിന്റെ ഉള്ളിലുള്ള മൊസാദ്, ഈ ഷിൻബറ്റ് ഉൾപ്പെടെ മൊസാദ് ഉൾപ്പെടെ ആൾക്കാർ നെതന്യാഹുവിന്റെ അടുത്ത് പെർമിഷൻ ചോദിച്ചാണ് അത്രേ. അപ്പൊ നെതന്യാഹു പറഞ്ഞത്, ഇപ്പൊ അവൻ നമ്മുടെ ജയിലിൽ നിന്ന് പോയ ആളല്ലേ, അവനെ ഇപ്പൊ പോയിട്ട് വലുതായിട്ടൊന്നും ചെയ്യണ്ട, ഇപ്പൊ അവൻ റിലീസായി പോയിട്ട് കുറെ കാലമായി, ഇപ്പൊ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ എന്നുള്ള രീതിയിൽ ഒരു ദയ കാണിച്ച് വെറുതെ വിട്ട വ്യക്തിയായിരുന്നു യഹ്യ സിൻവർ. അവനാണ് വിത്തിൻ 1 വീക്കിൽ ഇസ്രായേലിനെതിരെ പണി കൊടുത്തത്. അതൊരു വലിയ മിസ്റ്റേക്ക് ആയിട്ടും ഇപ്പോൾ ഒരു ആരോപണവുമായിട്ട് നെതന്യാഹുവിനെതിരെ വരുന്നുണ്ട്. നിങ്ങൾ അന്ന് അത് ചെയ്തിരുന്നെങ്കിൽ, ഒരാഴ്ചക്ക് മുമ്പ് അവനെ വധിച്ചിരുന്നെങ്കിൽ ഈ ഒരു ആക്രമണം ഒരുപക്ഷെ തടയാൻ പറ്റിയേനെ എന്നുള്ള രീതിയിലുള്ള ആരോപണമാണ് നെതന്യാഹുവിനെതിരെ വരുന്നത്. അമേരിക്ക പറഞ്ഞിരിക്കുന്നത് ഗാസയ്ക്കുള്ളിൽ ഈ റീബിൽഡിങ്ങും അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അവിടെ വീണ്ടും ഹമാസ് ഇങ്ങനെ തന്നെ തുടരുന്നെങ്കിൽ USA വേണമെങ്കിൽ USAയുടെ ആർമിയെ അയച്ചു വെക്കാം, ഞങ്ങൾ വേണമെങ്കിൽ ഞങ്ങളുടെ ഫുൾ കപ്പാസിറ്റിയിൽ അവിടെ പ്രൊട്ടക്ഷൻ കൊടുക്കാം എന്നുള്ള നിലയിലുള്ള ചില സ്റ്റേറ്റ്മെന്റുകളൊക്കെ US-ന്റെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. ഇത് രണ്ടും കൽപ്പിച്ച് നെതന്യാഹു ആയിക്കോട്ടെ അമേരിക്ക ആയിക്കോട്ടെ രണ്ടുപേരും തമ്മിൽ നല്ല രീതിയിൽ എന്തോ തീരുമാനിച്ചു വെച്ചിരിക്കുകയാണ്. പക്ഷേ ഇതിന്റെ തീരുമാനം എന്താണെന്നുള്ളത്, ഈ ബന്ദികൾ മാത്രം ഇപ്പൊ ഈ എത്ര പേര് ഇപ്പൊ ജീവനോടെ ഉണ്ട് ഹമാസിന്റെ കയ്യിൽ എന്നുള്ളതിനെ കുറിച്ചുള്ള ആ ഒരു ഇഗ്നോറൻസ് മാത്രമാണ് ഇവിടുത്തെ പ്രശ്നമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു കൊച്ചു കുട്ടിയോട് ഈ കാണിച്ച ക്രൂരതയ്ക്ക് ആ പിറ്റേ ദിവസം തന്നെ അവിടെ ആക്രമണം നടത്തിയേനെ നെതന്യാഹു. ആ രീതിയിൽ ഒരു ആക്രമണം നടത്താൻ വേണ്ടി മുൾമുനയിൽ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പൊ IDF ഇസ്രായേലിൽ ഉണ്ടായിട്ടുള്ളത്. പിന്നെ ട്രംപ് ഇന്ത്യയോട് ചോദിച്ചിരിക്കുകയാണ്, അതായത് ഇന്ത്യയുടെ ഒരു ഹെൽപ്പ് വേണം, ഇന്ത്യ കോപ്പറേറ്റ് സഹായിക്കണം. കാര്യം ഈ ഒരു US എയ്ഡ് 21 മില്യൺ ഇന്ത്യയിലേക്ക് വന്നല്ലോ. അപ്പൊ ആ ഇന്ത്യയിൽ ആ വന്ന ഫണ്ടിന്റെ കാര്യങ്ങളെ ചൊല്ലി ഇവർ ഇലക്ഷനിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ തിരിമറികളും ഇതൊക്കെ നടന്നിട്ടുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ വേണ്ടിയിട്ട് സഹായിക്കണം എന്നുള്ള രീതിയിലുള്ള ഒരു പ്രപ്പോസൽ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതും പുള്ളി ഇങ്ങനെ ഈ വൈറ്റ് ഹൗസിൽ തന്നെയാണ് വിളിച്ച് പറഞ്ഞത്, പത്രസമ്മേളനത്തിൽ ഇങ്ങനെ വിളിച്ച് പറയാണ് ചെയ്തത്, റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്.
ഇന്ത്യക്ക് തീർച്ചയായിട്ടും ഒഫീഷ്യലി എംബസിയുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് റിക്വസ്റ്റ് അയക്കുമായിരിക്കാം. ഇനി അതിനോട് ഇന്ത്യൻ ഗവൺമെന്റ് തീർച്ചയായിട്ടും പ്രതികരിക്കും. കാരണം ഇത് വന്ന വർഷങ്ങൾ ഇതൊക്കെ കണക്കൂട്ടി നോക്കുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ഇപ്പം നിലവിലുള്ള ഗവൺമെന്റിനെയോ അല്ലെങ്കിൽ സർക്കാരിനെയോ ബാധിക്കുന്ന വിഷയമല്ല എന്നാണ് നമ്മളുടെ ഒരു നിഗമനം. അപ്പൊ എന്തായാലും തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ചുള്ള അന്വേഷണം മുന്നോട്ട് പോകണം തന്നെയാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. അത് മുന്നോട്ട് പോകാൻ തന്നെയാണ് നമ്മൾ പണ്ട് തൊട്ടേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ തീർച്ചയായിട്ടും സഹകരിക്കണം. ഈ ഫണ്ട് ഏത് രീതിയിൽ പോയി ആരുടെ പോക്കറ്റിൽ വീണെന്നുള്ളതിന്റെ സത്യസന്ധമായ കാര്യം പുറത്തു കൊണ്ടുവരണം. അങ്ങനെ ഒരു ജനാധിപത്യ രാജ്യത്തിൽ വന്നിട്ട് ഇങ്ങനെ പൈസ കൊടുത്തുകൊണ്ട് ഈ വോട്ടർ ടേൺ ഔട്ട് നടത്താൻ പാടില്ലല്ലോ. അത് ഭയങ്കര മോശപ്പെട്ട കാര്യമാണ്. ഇവരാരും ഡെമോക്രസി അങ്ങനെ വിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഡെമോക്രസി അവിടെ ഉണ്ട്. അത് ജനങ്ങൾ പാലിച്ചോളും കാര്യങ്ങൾ. നമ്മുടെ ഇന്ത്യൻ ആർമി ചീഫ് ഉപേന്ദ്ര ദ്വിവേദി ഫ്രാൻസ് വിസിറ്റ് ചെയ്യാണ്. മിലിറ്ററി കോപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടൈപ്പ് വയ്ക്കാനും ആ രീതിയിലുള്ള ഒരു 4 ദിവസത്തെ വിസിറ്റ് ആണ്. ശരിക്കും പറഞ്ഞാൽ 24-ാം തീയതി മുതൽ 27-ാം തീയതി വരെയാണ് ഈ വിസിറ്റ്. ഫ്രാൻസുമായിട്ട് മിലിറ്ററി ബൈലേറ്ററൽ ടൈപ്പിന് വേണ്ടിയിട്ടാണ് പോകുന്നത് കേട്ടോ. ഫ്രാൻസുമായിട്ട് നമ്മൾ കൂടുതൽ ഈ ആയുധങ്ങളൊക്കെ റഫാലെ പോലത്തെ കാര്യങ്ങളൊക്കെ മേടിക്കുന്ന സ്ഥിതിക്ക് കുറച്ച് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ആവശ്യം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇങ്ങനെ പോകുന്നതും ഒരു ഡിഫൻസ് ലെവലിൽ ഒരു ബൈലേറ്ററൽ എഗ്രിമെന്റ് ഒക്കെ വെക്കുന്നതും ഈ ഒരു മിലിറ്ററി കോപ്പറേഷൻ ശക്തിപ്പെടുത്തുന്നതും വളരെ നല്ലതാണ്. ഫ്രാൻസ് ഒക്കെ 100 വർഷങ്ങളിലേറെയായിട്ട് ഈ മേഖലയിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തി, ഇതിൽ പല പരീക്ഷണങ്ങളും നടത്തി, പല സക്സസ്ഫുൾ ആയിട്ടുള്ള എഞ്ചിൻസും കാര്യങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്ത് തെളിയിച്ച രാജ്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നത് നല്ലതാണ്. ഈ റിലേഷൻഷിപ്പ് ഇന്ത്യക്ക് ഗുണം ചെയ്യുന്നതാണ്. ചൈന, തൈവാൻ, അമേരിക്ക ടെൻഷൻ റൈസ് ആയി വരുന്നുണ്ട്. കാര്യം വേറെ ഒന്നുമില്ല. അമേരിക്കയുടെ സ്റ്റേറ്റ് വെബ്സൈറ്റ് എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ട്. അവരുടെ സ്റ്റേറ്റിന്റെ വെബ്സൈറ്റിൽ നിന്നും തായ്വാന്റെ സ്വാതന്ത്ര്യത്തെ പിന്തുണയ്ക്കുന്നതായിട്ട്, അതായത് തായ്വാന്റെ സ്വതന്ത്രത്തെ ഞങ്ങൾ പിന്തുണയ്ക്കില്ല എന്നൊരു വാക്യം ഉണ്ടായിരുന്നു. ആ വാക്യം എടുത്ത് മാറ്റി. അപ്പൊ അത് മാറ്റിയത് കൊണ്ട് സംഭവിച്ചത് എന്താണ്? സ്വതന്ത്ര തായ്വാനെ പിന്തുണയ്ക്കുന്നു എന്നായി. അതാണ് സംഭവം. അപ്പൊ അതിനെ തായ്വാൻ പ്രശംസിച്ച് സംസാരിച്ചിട്ടുണ്ട്. അതുപോലെ അവർ ഭയങ്കര ഹാപ്പിയും സപ്പോർട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ തായ്വാനും USA-ക്കുമുള്ള റിലേഷൻസ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരുപാട് ട്രേഡ് ഡെഫിസിറ്റ് ഒക്കെ ഉണ്ട്. എന്നാലും ഒരു കുഴപ്പമില്ല. കാര്യം വേറെ ഒന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ അമേരിക്ക ഒരുപാട് ആയുധങ്ങൾ ഇങ്ങോട്ട് കൊടുക്കുന്നുണ്ട് തായ്വാന്. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ ചൈനയെ എതിർക്കുക എന്നുള്ളത് അമേരിക്കയുടെ പോളിസിയിൽ ഒന്നാണ്. കാര്യം വേറെ ഒന്നുമില്ല. ഇപ്പൊ ഇന്ന് തായ്വാനെ ചൈന പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഫിലിപ്പൈൻസിനെയും എടുക്കും. പിന്നെ ആ സൗത്ത് ഈസ്റ്റിൽ കിടക്കുന്ന രാജ്യങ്ങൾ മൊത്തം ഒന്നൊന്നായിട്ട് ചൈന ഇങ്ങനെ വിഴുങ്ങുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അപ്പൊ അത് മറികടക്കാൻ വേണ്ടിയിട്ടാണ് അമേരിക്ക ഒരു സൈഡിൽ ഒരു ബാലൻസ് ചെയ്ത് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പൊ എന്തായാലും നാൻസി ഫെലോസിയൊക്കെ നമുക്ക് ഓർമ്മയുണ്ടാവുമല്ലോ. നാൻസി ഫെലോസിയൊക്കെ തായ്വാനിൽ വന്ന് ഇറങ്ങിയത് ഈ ബൈഡന്റെ അഡ്മിനിസ്ട്രേഷൻ ഉണ്ടായിരുന്ന സമയത്താണ് ഈ നാൻസി ഫെലോസി വന്ന് ഇറങ്ങുന്നത്. അവര് ശരിക്കും പറഞ്ഞാൽ ഡെമോക്രാറ്റിക് പാർട്ടിയിലുള്ള ആളാണ്. പക്ഷെ അന്ന് തന്നെ ഈ മാർക്കോ റൂബിയോ, ഈ റിപ്പബ്ലിക്കൻ പാർട്ടിയുള്ള മാർക്കോ റൂബിയോ ഈ തായ്വാന് സപ്പോർട്ടായിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ഈ ഡെമോക്രാറ്റുകളുടെ ഒപ്പം നിന്നിരുന്ന ഒരു വ്യക്തിയാണ് ഇന്നത്തെ സ്റ്റേറ്റ് സെക്രട്ടറി. അപ്പൊ തീർച്ചയായിട്ടും തായ്വാന് നല്ല രീതിയിലുള്ള സപ്പോർട്ട് കിട്ടും. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. കാരണം പൊസിഷനിൽ ഇല്ലാത്ത സമയത്ത് തന്നെ മാർക്കോ റൂബിയോ വളരെ നല്ല രീതിയിൽ ജസ്റ്റ് സെനറ്റർ ആയിട്ടിരുന്ന സമയത്ത് തന്നെ മാർക്കോ റൂബിയോ തായ്വാന് വേണ്ടി നല്ല രീതിയിലുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള ഇൻപുട്ട് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ മാർക്കോ റൂബിയോ ഇന്ത്യക്കും നല്ല രീതിയിലുള്ള ഒരു ഇൻപുട്ട് തന്നിട്ടുണ്ട്. അതെന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ S-400 മേടിച്ചല്ലോ. തുർക്കിയും S-400 മേടിച്ചു റഷ്യയുടെ കയ്യിൽ നിന്ന്. നമ്മളും S-400 മേടിച്ചു. പക്ഷേ തുർക്കി S-400 മേടിച്ചപ്പോഴത്തേക്കും ഒരുപാട് സാങ്ഷൻസിന് വിധേയമായി. നാറ്റോയുടെ മെമ്പറും കൂടിയാണ് തുർക്കി. അപ്പോൾ ഒരുപാട് ഉപരോധങ്ങളൊക്കെ നേരിടേണ്ടി വന്ന ഒരു രാജ്യമാണ് തുർക്കി ഇതിന്റെ ഒരു പേരിൽ, S-400 മേടിച്ചതിന്റെ പേരിൽ. പക്ഷേ ഇന്ത്യക്ക് ഒന്നും നേരിടേണ്ടി വന്നില്ല. കാരണം വേറെ ഒന്നുമില്ല കേട്ടോ. നമുക്ക് വേണ്ടി ഇതിന്റെ പുറകിൽ ചുക്കാൻ പിടിച്ചത് മാർക്കോ റൂബിയാണ്. മാർക്കോ റൂബിയോ കൃത്യമായിട്ട് ഇന്ത്യയുടെ നീഡ്, ഈ ഒരു S-400 നീഡ് എന്താണ്, ഇന്ത്യയുടെ ബഡ്ജറ്റ് എന്താണ്, നമുക്ക് ഇത് എത്രമാത്രം അനിവാര്യമാണ്, നമുക്ക് ചൈനയുടെ ത്രെട്ട് ഉണ്ട്. കാരണം ആ സമയത്തൊക്കെ ചൈന നമ്മുടെ ബോർഡറിൽ സ്റ്റാൻഡ് ഓഫ് ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ ഈ ഒരു വിഷയങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് എടുത്തു പറഞ്ഞ് ബൈഡൻ അഡ്മിനിസ്ട്രേഷനെ കൺവിൻസ് ചെയ്ത്, അന്നും മാർക്കോ റൂബിയോ ഇതുപോലെ റിപ്പബ്ലിക്കൻ ആയിരുന്നു. അതാദ്യം മനസ്സിലാക്കണം. ആ റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ ഇരുന്നുകൊണ്ടാണ് റൂളിംഗ് പാർട്ടി ആയിട്ടുള്ള ആ ഒരു ഡെമോക്രാറ്റ് പാർട്ടിയിൽ ഇൻഫ്ലുവൻസ് ചെയ്ത് നമുക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്ത് ഈ ഒരു S-400 മേലുള്ള ഈ ഒരു സാങ്ഷൻസ് ഒഴിവാക്കി തരാൻ വലിയ കാരണമായിട്ട് നിന്ന ഒരാളാണ് ഈ മാർക്കോ റൂബിയോ. ഞാനിങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് പലപ്പോഴായിട്ട് നമ്മളിങ്ങനെ പറയാം. കാര്യം ഓരോരുത്തരെ കുറിച്ച് നമ്മൾ പഠിച്ച് മനസ്സിലാക്കി വരുന്ന കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അപ്പൊ എന്തായാലും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇതേപോലെയുള്ള ഗ്ലോബൽ അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതേപോലെ തന്നെ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും അടുത്തൊരു വിഷയമായിട്ട് വരാം. താങ്ക് യു സോ മച്ച്.